ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് എംഎഡ് കോഴ്സിൻ്റെയും MBA കോഴ്സിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. ഇപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള എംഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷ വിളിച്ചിരുന്നു. വിവിധ സബ്ജക്റ്റുകളായിട്ട് ധാരാളം സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അത് എംഎഡ് മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതായത് നേരത്തെ തന്നെ ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിൽ തൊഴിൽ സാധ്യതയുള്ള ടീച്ചിങ് മേഖലയിൽ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് തന്നെയാണ് എംഎഡ്. കാരണം ഇനിങ്ങോട്ട് ടീച്ചിങ് മേഖലയിൽ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖലയിൽ എംഎഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ സാധ്യത വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എംഎഡ് കോഴ്സിൻ്റെ പ്രാധാന്യം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ അഡ്മിഷൻ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് ഐഡിയും സെക്യൂരിറ്റി അത് ക്യാപ് ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, എവിടെയാണെങ്കിലും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക 7/10/2024 3 മണിക്ക് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വേറെ അതിൽ അടുത്ത അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നിലവിൽ നിങ്ങൾ ജസ്റ്റ് അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന എമൗണ്ട് അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 540 രൂപ, SC/ST അല്ലെങ്കിൽ OEC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥി 135 രൂപ മാൻഡേറ്ററി ഫീ അടക്കുക. അതിനുശേഷം നേരെ ഏത് കോളേജിലാണ് കിട്ടിയത് ആ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി കമ്മ്യൂണിറ്റി PWD എന്നീ റാങ്ക് ലിസ്റ്റുകൾ കോളേജിലോട്ട് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കോളേജുകളുടെ നിർദ്ദേശാനുസരണമാണ് പ്രവേശനം നേടേണ്ടത്. അപ്പോൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ട അതേപോലെ PWD കോട്ട ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അതത് കോളേജിന് യൂണിവേഴ്സിറ്റി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കോൺടാക്റ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൾ ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓൾറെഡി കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ PWD കോട്ടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ കോളേജ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏകദേശം എത്രയാണെന്ന് പരിശോധിക്കുവാനും അതിനനുസരിച്ച് അഡ്മിഷൻ സാധ്യത നോക്കിയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ ക്ലിയർ ആക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എംഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ 7-ാം തീയതിയാണ് അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും ഈ പറയുന്ന എമൗണ്ട് മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് കോളേജിൽ പോയിട്ട് ഈ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരമാവധി വിദ്യാർത്ഥികൾ നമ്മൾ ഈ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള MBA കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിരുന്നു. എന്നാൽ വീണ്ടും MBA അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില കോളേജുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ ലേറ്റ് ഫീയോടുകൂടി 9/10/2024 വൈകിട്ട് 5 മണി വരെ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക കോളേജുകളും ചില കോളേജിലൊക്കെ അതായത് 1-2 സീറ്റുകളൊക്കെ വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത കോളേജിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലേറ്റ് ഫീയോടുകൂടി 9/10/2024 വൈകിട്ട് 5 മണി വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാം. നോർമലി KMAT അല്ലെങ്കിൽ CMAT അല്ലെങ്കിൽ CAT CAT ഈ യോഗ്യത നിർബന്ധമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ യോഗ്യത ഇല്ലാത്തവർക്കും ഈ പറയുന്നത് ജസ്റ്റ് ബിരുദ മാർക്കിൻ്റെ നിങ്ങളുടെ ഡിഗ്രി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി കോളേജിൽ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കോളേജുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠന വകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കോളേജിലാണ് ഒഴിവുള്ളത് അത് കണ്ടെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള കോളേജ് മാനേജ്മെൻറ്റ് വഴിയോ ഏതെങ്കിലും കോളേജിൽ MBA സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആ ഒരു കോളേജിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക. അല്ലാതെ വെറുതെ നിങ്ങൾ പില്ലാ കോളേജിൽ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് ഉണ്ടോ എന്ന് കാരണം എന്തായാലും ചില കോളേജുകളിൽ സീറ്റുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ MBA കോഴ്സിൻ്റെ ഈ ലേറ്റ് രജിസ്ട്രേഷൻ നടത്തുക. അപ്പോൾ എന്തായാലും നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അഡ്മിഷൻ സംബന്ധമുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ജോബ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലി ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.